നമസ്കാരം. സെന്തിൽ നാഷണൽ വാട്ടർ അക്കാഡമി പൂനെ. ഇന്ന് നാം കാണാൻ പോകുന്ന ടോപ്പിക് റിപ്പയർ, റെസ്റ്റോറേഷൻ ആൻഡ് റെനോവേഷൻ ആണ്. ഈ RRR എന്ന് പറയുന്ന സ്കീം മധ്യ സർക്കാരിൻ്റെ സ്കീമാണ്. സെൻട്രൽ ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സ്കീമാണ്. ഈ സ്കീം പാർട്ട് ഓഫ് PMKSY എന്ന് പറയുന്ന ഒരു മധ്യ സർക്കാരിൻ്റെ സ്കീമാണ്. ഇത് നമുക്ക് ചെറിയ ബ്രീഫായിട്ട് കാണാം ഈ വീഡിയോ തന്നെ. ഈ റിപ്പയർ, റെസ്റ്റോറേഷൻ ആൻഡ് റെനോവേഷൻ എന്നും പറഞ്ഞ സാധനം പറഞ്ഞാൽ നമ്മളുടെ ഏൻഷ്യൻറ്റ് വാട്ടർ ബോഡീസും ടാങ്കുകളും അങ്ങനത്തെ വാട്ടർ ബോഡീസ് എല്ലാം നമുക്ക് റെസ്റ്റോർ ചെയ്യാം, റിപ്പയർ ചെയ്യാം, പിന്നെ റെസ്റ്റോറേഷൻ ചെയ്യാം, പിന്നെ റെനോവേഷൻ ചെയ്യുന്ന പരിപാടിയാണ്. ഈ ലേക്ക്, തടാകം, പൊയ്ക അങ്ങനെ പറയുന്ന സാധനങ്ങൾ ഒരുപാടുണ്ട്. വില്ലേജിലുണ്ട്, നാട്ടിലെല്ലാം ഉണ്ട്. ഈ സാധനങ്ങളെല്ലാം നമുക്ക് ശരിയാക്കിയിട്ട് പിന്നെ അത് നമുക്ക് യൂസ് ചെയ്യാനുള്ള പരിപാടികളാണ് ഈ സ്കീമിൻ്റെ ലക്ഷ്യമാണ്. ഈ പ്രധാനമന്ത്രി കൃഷി സിഞ്ചൻ യോജന എന്ന് പറഞ്ഞ സ്കീം 2015-16 ഫിനാൻഷ്യൽ ഇയറിൽ തുടങ്ങിയതാണ്. ഈ സ്കീം എന്ന് പറഞ്ഞാൽ ഈ സ്കീമിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഹർ ഖേത് കോ പാനി അങ്ങനെ പറഞ്ഞിട്ടൊരു സാധനമാണ്. പക്ഷെ നമുക്ക് PMKSൻ്റെ സാധനങ്ങൾ ഇവിടെ കാണാൻ പോകുന്നില്ല. ഈ RRRൻ്റെ സാധനം ചെറിയ ബ്രീഫായിട്ട് കാണാം. ഈ PMKS അണ്ടറിലാണ് ഈ സ്കീം വരുന്നു. ഈ PMKS എന്ന് പറയുന്ന സാധനങ്ങൾ 9,050 കോടികൾ ഗവൺമെൻറ് സ്പെൻഡ് ചെയ്യുന്നു വച്ചിട്ടുണ്ട്. ടാർഗറ്റാണ്. ഈ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 21 ലക്ഷം ഹെക്ടർ ഇറിഗേഷൻ കൃഷി പൊട്ടൻഷ്യൽ ഉണ്ടാക്കാനുള്ള ലക്ഷ്യങ്ങളുണ്ട്. ഈ 21 ലക്ഷം എന്ന് പറഞ്ഞാൽ അതിലോട്ട് 1.5 ലാക്സ് ഹെക്ടർ RRR പ്രോജക്റ്റിൻ്റെ വാട്ടർ ബോഡീസിൻ്റെ റെനോവേഷൻ ചെയ്യാനുള്ള സ്കീമാണ്. ഈ സ്കീം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് വൈസ് ഉണ്ട്, സ്റ്റേറ്റ് വൈസ് അലോക്കേഷൻ ഉണ്ട്. ഈ സ്കീം എങ്ങനെ സെൻട്രൽ ഗവൺമെൻറ്റും പിന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും എങ്ങനെ ഫണ്ടിങ് പാറ്റേൺ ചെയ്യുന്നെന്ന് ഈ പിക്ചറിലോട്ട് കാണാം. ഫണ്ടിങ് ഫോർ ദി സ്കീം വിൽ ബി ആസ് പെർ ടേബിൾ ഗിവൻ ബിലോ. ഓക്കെ, ഇപ്പോൾ നോക്കിയാൽ നമുക്ക് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ്, സിക്കിം, ഹിമാചൽ പ്രദേശ്, ജമ്മു ആൻഡ് കാശ്മീർ, ഉത്തരാഖണ്ഡ്, ഈ സ്റ്റേറ്റിൽ ഈ സ്കീമിൻ്റെ ഫണ്ട് എന്ന് പറഞ്ഞാൽ 90% സെൻട്രൽ ഗവൺമെൻറ് ഫണ്ട് കൊടുക്കുന്നു, 10% സ്റ്റേറ്റ് ഗവൺമെൻറ് ഷെയർ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ഈ RRR സ്കീമിൻ്റെ പ്രോജക്റ്റ് എസ്റ്റിമേഷൻ 100 ക്രോർസ് 100 കോടി വെച്ച് കഴിഞ്ഞാൽ 90 കോടി സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കുന്നു, 10 കോടി സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഈ സ്പെഷ്യൽ സ്റ്റേറ്റ്സ് ഉണ്ട്, ട്രൈബൽ ഏരിയാസ്, ഫ്ലഡ് വെള്ളം വരുന്ന ഏരിയാസ്, പെരുവെള്ളം വരുന്ന ഏരിയാസ്, പിന്നെ ഡെസർട്ട് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, ഡെസർട്ട് ഏരിയാസ്, ഒഡീഷ, നക്സലൈറ്റ് ഏരിയാസ്. ഈ സ്ഥലത്തിൽ നമുക്ക് സെൻട്രൽ ഗവൺമെൻറ് 60% ഷെയറും സ്റ്റേറ്റ് ഗവൺമെൻറ് 40% ഷെയറും ഫണ്ടിങ് പാറ്റേൺ വച്ചിട്ടുണ്ട്. പിന്നെ നമ്മളുടെ സ്റ്റേറ്റ് കേരള, തമിഴ്നാട്, നോർമൽ സ്റ്റേറ്റ്, യൂണിയൻ ടെറിട്ടറീസ്, ഈ സ്കീമിൻ്റെ ഫണ്ടിങ് പാറ്റേൺ വച്ചാൽ 25% സെൻട്രൽ ഗവൺമെൻറ്റും 75% സ്റ്റേറ്റ് ഗവൺമെൻറ്റും കൊടുക്കുന്നു. ഈ സ്കീം എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് വാട്ടർ ബോഡീസ് ഐഡൻറ്റിഫൈ ചെയ്യണം. യുനിക്യൂ കോഡ് വെച്ചിട്ട് ഏത് വാട്ടർ ബോഡീസിനും ആദ്യമായിട്ടും ഐഡൻറ്റിഫൈ ചെയ്തിട്ട് പിന്നെ നമുക്ക് ഒരു റിപ്പോർട്ട് ഉരുവാക്കാൻ വേണ്ടി വരും. ഈ DPR എന്ന് പറയുന്ന റിപ്പോർട്ട്, ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് എന്ന് പറയും. ഈ റിപ്പോർട്ട് ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസിയ കൺസേൺഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ ഉരുവാക്കുന്നു. ഈ ഉണ്ടാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് പിന്നെ പഞ്ചായത്ത്, ഗവൺമെൻറ് ഏജൻസി, വാട്ടർ യൂസേഴ്സ് അസോസിയേഷൻ വഴി ഇവിടെ ഡിസ്ട്രിക്ട് ലെവൽ ഇംപ്ലിമെൻറ്റേഷൻ ഏജൻസി കിട്ടും. ഈ ഡിസ്ട്രിക്ട് ലെവൽ ഇംപ്ലിമെൻറ്റേഷൻ ഏജൻസി വഴി പിന്നെ നമുക്ക് സ്റ്റേറ്റ് ലെവൽ നോഡൽ ഏജൻസി ആൾക്കാർക്ക് കിട്ടും. ഈ സ്റ്റേറ്റ് ലെവൽ ഏജൻസി ആൾക്കാർ എന്താ ചെയ്യുന്നു പറഞ്ഞാൽ TAC എന്ന് പറഞ്ഞ ഒരു കമ്മിറ്റി
കൊടുക്കും. സ്റ്റേറ്റ് ലെവലിൽ ഒരു കമ്മിറ്റി ഉണ്ടാവും. ഈ TAC ടെക്നിക്കൽ അപ്രൈസൽ കമ്മിറ്റി എന്ന് പറയും. ഈ ടെക്നിക്കൽ അപ്രൈസൽ കമ്മിറ്റി ഈ പ്രോജക്റ്റ് അനലൈസ് ചെയ്തിട്ട് പിന്നെ അപ്രൂവ് ചെയ്യും. ഓക്കെ, ഈ പ്രോജക്റ്റ് വർത്താണോ, ഇങ്ങനെ ചെയ്യാം, ഇത് കറക്റ്റാണ്, ഇങ്ങനെ പറഞ്ഞിട്ട് ഈ അപ്രൂവൽ ചെയ്യും. ഈ അപ്രൂവൽ ചെയ്തതിന് ശേഷം ഇത് തിരിച്ച് ഇവിടെ ഈ സ്റ്റേറ്റ് ലെവൽ നോഡൽ ഏജൻസിക്ക് ഇത് വരും. പിന്നെ ഈ സ്റ്റേറ്റ് ലെവൽ നോഡൽ ഏജൻസി സ്റ്റേറ്റ് ലെവൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയോട്ട് അയക്കും. ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി SLSC എന്ന് പറയുന്ന കമ്മിറ്റി പിന്നെ നമുക്ക് CWC സെൻട്രൽ വാട്ടർ കമ്മീഷൻ ഫീൽഡ് ഓഫീസ് കൊടുക്കും. ഈ സെൻട്രൽ വാട്ടർ കമ്മീഷൻ എന്ന് പറയുന്ന ഓഫീസ് ഓർഗനൈസേഷൻ അവിടെ സ്ക്രൂട്ടനൈസ് ചെയ്തിട്ട് ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് മിനിസ്ട്രി ഓഫ് വാട്ടർ റിസോഴ്സ് ന്യൂഡൽഹിക്ക് അയക്കും. പിന്നെ ഈ കമ്മിറ്റി ഈ പ്രോജക്റ്റിൻ്റെ ഫീസിബിലിറ്റി നോക്കിയിട്ട് ഓക്കെ അങ്ങനെ പറയും. സോ അങ്ങനെ ഈ കമ്മിറ്റി ഇങ്ങനെ വഴി വന്നിട്ട് അപ്രൂവൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഫണ്ടിങ് പാറ്റേൺ കിട്ടും. 90%, 90%, 60%, 25%. ഇതാണ് ഈ വഴി. ഈ പഞ്ചായത്തിന് പറഞ്ഞ ചിലപ്പം ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റി വഴി കൊടുക്കും. ഈ വാട്ടർ റിസോഴ്സും ഈ ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റി കൊടുക്കാറുണ്ട്. ഇങ്ങനെയും നമുക്ക് പ്ലാനിങ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇത് ഓവറോൾ ബ്രീഫായിട്ടുള്ള ഫണ്ടിങ് പാറ്റേൺ ഉണ്ട്, DPR ഉണ്ട്, അപ്രൂവൽ സ്റ്റേജ് ആണ്. സോ ഇതിൻ്റെ ലക്ഷ്യങ്ങൾ ഒബ്ജക്റ്റീവ് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞാൽ അവർ മെച്ചപ്പെടുത്താണ്, വാട്ടർ ബോഡീസിനെ മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങൾ നോക്കാറുണ്ട്. സ്റ്റോറേജ് കപ്പാസിറ്റീസ് കൂട്ടാം, ഭൂഗർഭ വെള്ളം അതിൻ്റെ റീചാർജ് കപ്പാസിറ്റിയും കൂട്ടാം. ഇൻക്രീസ്ഡ് അവൈലബിലിറ്റി ഓഫ് ഡ്രിങ്കിങ് വാട്ടർ, അങ്ങനെ പറഞ്ഞാൽ നമുക്ക് കുടിക്കാനുള്ള വെള്ളം നമുക്ക് ഒരുപാട് ഇൻക്രീസ് ചെയ്യാം. പിന്നെ വികസിപ്പിക്കാനുണ്ട് സാധനങ്ങൾ, കൃഷി അഗ്രികൾച്ചർ അങ്ങനെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാം. പിന്നെ ടാങ്ക് കമാൻഡ് ഏരിയാസ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാം. പിന്നെ എൻവിറോൺമെൻറ്റൽ ബെനിഫിറ്റ്സ്, ഇംപ്രൂവ്ഡ് വാട്ടർ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാം. പിന്നെ ഡെവലപ്മെൻറ്റ് ഓഫ് ടൂറിസം, അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ്, ഇങ്ങനെ ഒരുപാടുണ്ട്. ഇതാണ് ഈ RRR സ്കീമിൻ്റെ ലക്ഷ്യമാണ്. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു വെരി മച്ച്.